നമസ്കാരം. നമ്മളോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്വാസികയാണ്. നമസ്കാരം. നമസ്കാരം. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വിശേഷങ്ങൾ നല്ല വിശേഷങ്ങൾ. സിനിമയൊക്കെ റിലീസായതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ലൊരു ഇതാണ് എല്ലായിടത്തും കിട്ടിയത്. എൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ ആദ്യം അഭിനയിച്ചത് ഒരു മലയാളിയായിട്ടും ആദ്യം അഭിനയിച്ചൊരു തമിഴ് സിനിമയാണ്. അതെ അതെ. എന്തുകൊണ്ടാണ് ആദ്യം തമിഴിലേക്ക് പോയത്? എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾക്ക് എവിടെ നിന്നാണോ ആദ്യം ഒരു അവസരം വരുന്നത് അവിടെ പോവാം. ഞാനിങ്ങനെ എനിക്ക് എപ്പോഴും മലയാള ഫിലിത്തിനോടാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ മലയാളി ഫിലിമിൽ അഭിനയിക്കണം അതൊക്കെയാണ് താല്പര്യം. പക്ഷെ എന്തോ ആദ്യം തമിഴിൽ വന്നു. നല്ലൊരു മൂവി ആയിരുന്നു, അപ്പോൾ അത് ചെയ്തു. ഗൗരിപാളയം എന്ന സിനിമയുടെ വിശേഷങ്ങൾ എന്തൊക്കെയായിരുന്നു? അതെന്ന് പറയുന്നത് ഒരു കുറച്ചൊരു എന്താ പറയുക, ഫൈറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മൂവിയാണ്. 4 ചെറുപ്പക്കാരുടെ അവർ സൊസൈറ്റിയിൽ ഉണ്ടാക്കി വയ്ക്കുന്ന പ്രശ്നങ്ങളിൽ അങ്ങനത്തെ പോകുന്നൊരു മൂവിയാണ്. പിന്നെ അതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് രാസു മധുരൻ സാർ. ഓൾറെഡി വേറെ 2-3 തമിഴിൽ നല്ലൊരു പേരുള്ള ഡയറക്ടറാണ്. അപ്പം ആ ഒരു പിന്നെ നാടോടികളുടെ ബാനറായിരുന്നു മൈക്കിൾ രായപ്പൻ, അവരുടെ ആയിരുന്നു ഫിലിം. അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു മൂവിയാണെന്ന് വിചാരിച്ച് ചെയ്തതാണ്. ഒരു മലയാളി എന്ന നിലയിൽ എനിക്ക് അവിടെ നല്ലൊരു ട്രീറ്റാണ് കിട്ടിയത്. ഒരു പുതുമുഖം എന്ന നിലയിലാണെങ്കിലും എല്ലാവരും സപ്പോർട്ട്, പിന്നെ ആ ഫിലിം നന്നായിട്ട് അവിടെ ഇതായി. അപ്പോൾ തമിഴ് പ്രേക്ഷകരുടെ അടുത്തുനിന്നും നല്ല റെസ്പോണ്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തമിഴിൽ ഈ സിനിമ റിലീസായതിനു ശേഷം പിന്നെ മറ്റുള്ള അവസരങ്ങൾ വന്നിട്ടുണ്ടോ? ഇപ്പോൾ ഞാൻ സാട്ടൈ എന്ന് പറഞ്ഞിട്ടൊരു മൂവി ചെയ്തുകൊണ്ടിരിക്കുന്നു. സമുദ്രക്കന്നി സാറാണ് അതിൻ്റെ ഹീറോ. പിന്നെ വേറെ 2-3 മൂവീസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തമിഴിൽ ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗ്യം വന്നുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ മലയാളത്തിലും അങ്ങനെ തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ മലയാളത്തിൽ 2 സിനിമകൾ, ഒന്ന് പ്രഭുവിൻ്റെ മക്കൾ അല്ലേ, പിന്നെ രണ്ടാമത് ഇപ്പോൾ സിനിമാ കമ്പനി. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സിനിമയിലേക്ക് എത്തിപ്പെടുന്നത്, അല്ലെങ്കിൽ സിനിമയിലേക്കുള്ള ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു? അതെ, ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു. വേറെ ഒന്നും എനിക്ക് അങ്ങനെ താല്പര്യമില്ല. ഡാൻസ്, അഭിനയം, അത് രണ്ടുമാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾക്ക് സ്കൂളിൽ പോകുന്നത് തന്നെ ഇന്ന് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ഉണ്ടാവും. അതെ അതെ, എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാംസ് ഉണ്ടാവും. വെള്ളിയാഴ്ച ആയാൽ വെള്ളിയാഴ്ച ലാസ്റ്റ് പീരീഡ് ഇങ്ങനെ നമുക്ക് ആർട്ടിൻ്റെ ഒരു പ്രോഗ്രാമാണ്. പിന്നെ ലിറ്ററസി അസോസിയേഷൻ, ഈ ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ചെയ്യണം എന്നുള്ള ഒറ്റ ഇതിലാണ് സ്കൂളിൽ പോകുന്നത്. അല്ലാതെ പഠിക്കണം അങ്ങനെ ഇങ്ങനെയൊന്നുമില്ല. അപ്പോൾ അന്ന് മുതലുള്ളൊരു ഇല്ല, വളരെ ശ്രദ്ധയുണ്ടായിരുന്നില്ല. പിന്നെ പഠിക്കണമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പഠിക്കാത്രേ ഉള്ളൂ. പക്ഷെ കൂടുതലായിട്ടും ആ സമയം തൊട്ട് ആക്ടിങ്ങിനോടാണ് താല്പര്യം. നമ്മൾ യൂത്ത് ഫെസ്റ്റിവൽസിനൊക്കെ പങ്കെടുക്കുമ്പോൾ ഞാൻ 9th പഠിച്ചിരുന്ന സമയത്ത് സ്റ്റേറ്റിൽ ബെസ്റ്റ് ആക്ട്രസിൻ്റെ അതൊക്കെ കിട്ടി. അപ്പോൾ ആ സമയം തൊട്ടിട്ടാണ് അഭിനയിച്ചാൽ നന്നായിരിക്കും, എനിക്ക് പറ്റുന്നുണ്ട് എന്നൊക്കെ തോന്നി ഒരാഗ്രഹം മനസ്സിൽ വന്നത്. പിന്നെ അതിനുവേണ്ടി പക്ഷേ ട്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല. അൺഫോർച്ചുനേറ്റ്ലി തമിഴിലെ എൻ്റെ ഒരു ഫോട്ടോ കണ്ടിട്ടാണ് ആ ഡയറക്ടർ വിളിച്ചത്. പിന്നെ അവിടെ അങ്ങനെ തമിഴ് ലാംഗ്വേജ് പഠിച്ചോ? ഇപ്പം നന്നായിട്ട് പഠിച്ചു. പോയ സമയത്ത് ഒന്നും അറിയില്ലായിരുന്നു. കുറെ തപ്പി 1 2 3 ഒക്കെ പറഞ്ഞ് ഡയലോഗൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. ആദ്യം അഭിനയിച്ച സിനിമയിൽ ഏറ്റവും കൂടുതൽ എത്ര ടേക്കാണ് തെറ്റിച്ചിരിക്കുന്നത്? ടേക്ക് ഒരുപാട് എടുത്തിട്ടില്ല. കാരണം ഞാൻ അവര് തന്നില്ലെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് പുറകെ പോയിട്ട് എനിക്ക് ഡയലോഗ്സ് നേരത്തെ താ എന്ന് പറഞ്ഞ് പോയി എല്ലാം വാങ്ങിച്ചിട്ട് ഞാൻ റൂമിൽ ഇരുന്ന് തന്നെ പഠിച്ചിട്ടാണ് പോകുള്ളൂ. അതുകൊണ്ട് ടേക്ക് ഒരുപാട് എടുക്കേണ്ടി വന്നിട്ടില്ല. ഇല്ല അതൊന്നും ചെയ്യില്ല. അപ്പോൾ അത് ഒരു ഞാൻ തന്നെ ഇൻട്രസ്റ്റ് എടുത്ത് അവരുടെ അടുത്ത് പോയി ചോദിച്ച് ഡയലോഗ്സ് ഒക്കെ വാങ്ങിച്ച് പഠിച്ചിട്ട് ചെയ്യും. അതുകൊണ്ട് ടേക്ക് ഒരുപാട് എടുക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ചില സീൻ, ഇപ്പൊ ഫൈറ്റ് സീനൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഇതിലൊക്കെ നമ്മൾക്ക് ഞാൻ ഫൈറ്റ് ചെയ്യില്ല, പക്ഷെ ചെയ്യുന്നതിന്റെ ഇടയിൽ നമ്മൾ ഓരോ ഇതുണ്ടല്ലോ, അങ്ങനെ വന്നപ്പോ അത് കുറച്ച് ഒരു 3-4 ടേക്ക് ഒക്കെ പോണ്ടി വന്നു. എന്നാലും അത് വലിയ കുഴപ്പമില്ല. നീലാംബരത്തിലന്നു ശാരദ ശശിലേഖ സമരസിക്കേ നാണിച്ചെന്റെ മാറത്തു തല ചായ്ച്ചു പ്രാണനായികേ നീ എൻ അരികിൽ നിൽക്കേ. ഇപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നായിക എന്നതിലുപരി കോളേജിൽ ചെല്ലുമ്പോൾ ഫ്രണ്ട്സിന്റെ ഒക്കെ പ്രതികരണം എങ്ങനെയാണ്? അല്ലെങ്കിൽ കോളേജിൽ നിങ്ങൾ മിക്സഡ് കോളേജ് അല്ലേ? അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടായിട്ടെന്നല്ല ഞാൻ ചോദിച്ചത്. അല്ല, ഫ്രണ്ട്സിന്റെ ഒക്കെ എങ്ങനെയാണ്? അവർ സപ്പോർട്ടീവ് ആണ്? എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ? സപ്പോർട്ടീവ് ആണ്. പിന്നെ എൻ്റെ കൂടെ 10th വരെ ഒരുമിച്ച് പഠിച്ച കുട്ടികളൊക്കെ ഒരുവിധം എല്ലാവരും ആ കോളേജിലുണ്ട്. അപ്പോൾ
അവർക്കൊക്കെ അറിയാം ഇതാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ അറിയാം. അതുകൊണ്ട് അവരൊക്കെ ഭയങ്കര സന്തോഷത്തില്ല. എന്നെക്കാളും കൂടുതൽ സന്തോഷം അവരാണ്. സ്വാസികയുടെ മൂവി റിലീസ് ചെയ്യാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൂടുതൽ കോളേജിലെല്ലാം പ്രൊമോഷൻ നടത്തുന്ന അവരാണ്. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാനും കോളേജിൽ ചെല്ലുമ്പം നമ്മളിപ്പോൾ ഫിലിമിൽ ജസ്റ്റ് ഇത് എൻട്രി ആവുന്നുള്ളൂ, എന്നാലും കോളേജിൽ ചെല്ലുമ്പോൾ ഒരു സ്റ്റാർ ആണ്. ഈ സ്റ്റാർ ആയതിനു ശേഷം എത്ര പ്രേമലേഖനങ്ങൾ കിട്ടിയിട്ടുണ്ട്? അതിന് മുമ്പ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് നമ്മൾ എണ്ണി വെക്കാറില്ല. അതെ. എന്നാലും ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ അഭ്യർത്ഥന എന്തായിരുന്നു? ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അഭ്യർത്ഥന അത് എല്ലാവരും വെറൈറ്റി കണ്ടെത്തണം എന്നാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ഒരു ഇല്ല. പക്ഷെ ഇപ്പൊ എന്താ വെച്ചാൽ കോളേജിലൊന്നും അങ്ങനെയൊന്നും ആരും വേറെ എല്ലാവരും ഒന്ന് നമ്മൾ ഇതായില്ലെങ്കിൽ പിന്നെ അവര് വേറെ വഴിക്കും. ആർക്കും സമയമില്ല, ഒരാളുടെ പുറകെ നടന്ന് വേസ്റ്റ് ചെയ്യാൻ ആർക്കും സമയമില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ ഓക്കെ പറഞ്ഞാൽ അവര് ചിലപ്പോൾ വരുമായിരിക്കും. പക്ഷെ ഇപ്പൊ ഞാൻ ഓക്കെ പറയാൻ എനിക്ക് സമയമില്ല. സെറ്റ് ടു സെറ്റ് ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ പറയാൻ എനിക്ക് സമയമില്ല, അത് വെയിറ്റ് ചെയ്തിരിക്കാൻ അവർക്കും സമയമില്ല. അപ്പോ ശാസ്ത്രീയമായിട്ട് നൃത്തം എത്ര വർഷമായിട്ട് അഭ്യസിച്ചിട്ടുണ്ട്? ഇപ്പോ 13 വർഷമായിട്ട് പഠിച്ചു. ഏതൊക്കെയാണ് അതില്? ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കേരള ഞാൻ പറയുന്നില്ല. പാട്ട് പാടും എന്ന് എനിക്കറിയാം, അതൊക്കെ എനിക്കറിയാം. എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാം. സിനിമാ പാട്ട് മതി. സിനിമാ പാട്ട് പാടാം. പക്ഷെ പാട്ട് ഞാൻ അങ്ങനെ നന്നായിട്ടൊന്നും പാടില്ല. പിന്നെ ഡാൻസ് പഠിക്കുന്നതിന്റെ കൂടെ ചെറുതായിട്ടൊന്ന് പഠിച്ചിരുന്നു. അപ്പൊ അതിന്റെ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്യാന്ന് മാത്രം. മഴനീർത്തുള്ളികൾ നിൻ തണുനീർമുത്തുകൾ തണുവായി പെയ്തിടും കനവായി തോർന്നിടും വെൺശങ്കിലെ ലയഗാന്ധർവമായി നീ എൻ്റെ സാരംഗിയിൽ ഇതളിടും നാടത്തിൻ തേൻ തുള്ളിയായി കതിരിടും മോഹത്തിൻ പൊന്നോളമായി മഴനീർത്തുള്ളികൾ നിൻ തനുനീർമുത്തുകൾ തണുവായി പെയ്തിടും കനവായി തോർന്നിടും. ഇത്രയും സമയം നമ്മൾ സിനിമാ വിശേഷങ്ങൾ കേട്ടു, ഒത്തിരി വിശേഷങ്ങൾ ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് വീട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? വീട്ടില് അമ്മയുണ്ട്, അനിയനുണ്ട്, അമ്മൂമ്മയുണ്ട്. അച്ഛൻ ബഹ്റിനിലാണ് വർക്ക് ചെയ്യുന്നത്. അനിയൻ 10th പഠിക്കുന്നു. അമ്മ ഗിരിജ, അച്ഛൻ വിജയകുമാർ. അങ്ങനെ ഞങ്ങൾ ചെറിയ ഫാമിലിയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഓക്കെ. ഇതിപ്പോൾ സാധാരണ ഒരു പക്ക നാട്ടിൻപുറത്താണ്. കീഴിലം എന്ന് പറയുന്ന എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ അകലെയുള്ള കീഴിലത്ത് ഒരു ഗ്രാമത്തിന്റെ അന്തരീക്ഷത്തിൽ വളർന്ന ഒരു ഗ്രാമീണ പെൺകുട്ടി ഞാൻ പറയുന്നില്ല. അപ്പൊ ഇനി എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രാമത്തിന്റെ, പിന്നെ എന്റെ ഫാമിലിയിൽ ആർക്കും ഇത് ആയിട്ടുള്ളൊരു കണക്ഷൻ അങ്ങനെ ഒന്നുമില്ല. ഈ ഒരു ഇതിൽ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഒട്ടും നമ്മൾക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഒരു ഇത് ഉണ്ടാവുമെന്ന്. അത് എൻ്റെ ആഗ്രഹം പോലെ ചെറുതായിട്ട് സാധിച്ചു തുടങ്ങി. അപ്പം മുന്നോട്ടുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, ഫിലിം കണ്ടിന്യൂ ചെയ്യാൻ പറ്റണം, ഇതൊരു പ്രൊഫഷനായിട്ട് കൊണ്ടുപോകാൻ പറ്റണം. എനിക്ക് എന്ന് പറഞ്ഞാൽ ആക്ടിങ് ഒരു പാഷനാണ്. അപ്പം ലൈഫ് ലോങ് അഭിനയിച്ചുകൊണ്ടിരിക്കാൻ പറ്റിയാൽ ഭയങ്കര സന്തോഷമാണ്. അത് ഇന്ന ക്യാരക്ടർ ഇതുപോലെ മാത്രമേ ചെയ്യൂ അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഹീറോയിനായിട്ട് ചെയ്യണം അങ്ങനെയും എനിക്ക് നിർബന്ധമില്ല. എന്തെങ്കിലുമൊക്കെ വേഷങ്ങൾ എല്ലാം നല്ല നല്ല സിനിമയിലെ ഒരു ഭാഗമാകാൻ പറ്റണം. എപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കണം, വീട്ടിലിരിക്കരുത്. അത്രയുള്ള ആഗ്രഹം. സിനിമയില് നമ്മുടെ മലയാളത്തിലെ ഒത്തിരി അനുഗ്രഹീതരായിട്ടുള്ള കലാകാരൻ നടന്മാരുണ്ട്. അപ്പൊ അതിൽ ഇഷ്ടപ്പെട്ട നടികൾ അല്ലെങ്കിൽ നടന്മാർ ആരൊക്കെയാണ്, അല്ലെങ്കിൽ നമുക്ക് റോൾ മോഡൽ ആക്കണം എന്ന് തോന്നിയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്? എനിക്ക് മഞ്ജു വാര്യർ എന്ന് പറഞ്ഞ ആ ആക്ട്രസിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ശോഭന മാം. അത് ഡാൻസും ആക്ടിങ്ങും കൂടി രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആ ഒരു ഇതിലാണ് ശോഭന എന്ന് പറഞ്ഞ കലാകാരിയുടെ ഇഷ്ടം. പിന്നെ മഞ്ജു വാര്യറിൻ്റെ ഒരു ആക്ടിങ് പാറ്റേൺ ഒന്നും ആരും ഇതുവരെ അതിനുശേഷം ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം അത്രയും നല്ലൊരു ആക്ട്രസിനെ മലയാളത്തിന് കിട്ടിയത് അതൊക്കെ കാണാനും അത് കണ്ട് പഠിക്കാനൊക്കെ ഉള്ളൊരു ഭാഗ്യം ഉണ്ടായത് നമ്മുടെ വലിയൊരു കാര്യമാണ്. അപ്പം മഞ്ജു വാര്യരും ശോഭനയാണ് എൻ്റെ ഫേവറേറ്റ് ഇപ്പോഴും. പിന്നെ വേറെ ബോളിവുഡിലാണെങ്കിൽ മാധുരി ദീക്ഷിത്, കാജോൾ, ഇപ്പോൾ റാണി മുഖർജി, അങ്ങനെ എല്ലാവരും ഉണ്ട്. തമിഴിലുണ്ട് അതുപോലെ. തമിഴിൽ എനിക്ക് അസിൻ എൻ്റെ ഒരു റോൾ മോഡൽ ആക്കണം എന്ന്. കാരണം വളരെ കുറച്ച് ഫിലിംസ് ചെയ്തിട്ടുള്ളെങ്കിലും ചെയ്തേക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര നല്ല ക്യാരക്ടേഴ്സാണ്. അതുപോലെ നല്ല നല്ല മൂവീസിലാണ് ചെയ്തേക്കുന്നത്. ഒരുപാട് ആകെ ഇത്രയും വർഷമായിട്ടും ഒരു
10 സിനിമയെ ചെയ്തിട്ടുള്ളൂ, പക്ഷെ എല്ലാം നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അതുപോലത്തെയൊക്കെ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യണമെന്നൊക്കെ. മലയാളത്തിലും തമിഴിലും അഭിനയിച്ചു. ഇപ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് രണ്ടും ഒരു ഡിഫറൻസ് ഉണ്ടാവും. തമിഴ് സിനിമയിൽ ആർട്ടിസ്റ്റിനോട് പെരുമാറുന്ന പോലെയല്ല മലയാളത്തിൽ. അപ്പോൾ ആ ഒരു വേർതിരിവ് എങ്ങനെയാണത്? അവിടെ കുറച്ചും കൂടി ആൾക്കാർ പ്രൊഫഷണലാണ്, പിന്നെ ഇവിടെ പ്രൊഫഷണൽ ആണ്. പക്ഷെ ചില സമയത്ത് അത് നമ്മൾക്ക് ഇപ്പൊ ഇവിടെ എന്ന് പറയുമ്പം എല്ലാവരും ഹീറോയിൻ ആണെങ്കിൽ കൂടെ ആ ഒരു എന്താ പറയാ, നമ്മുടെ സ്വന്തം ഫാമിലിയിലുള്ള സ്വാസിക ഷോർട്ട് റെഡി എന്ന് പറഞ്ഞ് വിളിക്കുക, അങ്ങനെയൊക്കെ വിളിക്കുള്ളൂ. പക്ഷെ അവിടെയാണെങ്കിൽ എത്ര അവിടെ ഞാൻ ആദ്യമായിട്ട് ചെന്നപ്പോൾ കൂടെ ഫസ്റ്റ് ഫിലിം ചെയ്യുമ്പോൾ മാഡം ഷോർട്ട് റെഡി അങ്ങനെയൊക്കെ പറഞ്ഞ് വിളിക്കുക. അപ്പൊ അത് അവരുടെ ഒരു ഇതാണ്. നമ്മുടെ ഇത് എല്ലാവരും ഒരു ഫാമിലി മെമ്പർ പോലെയാണ് കാണുന്നത്, നമ്മുടെ കുട്ടികൾ അങ്ങനെയുള്ള രീതിയിലായിരിക്കും കാണുന്നത്. അപ്പം ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, അല്ലാതെ അവിടെ നല്ലത് ഇവിടെ മോശം അങ്ങനെ പറയാൻ പറ്റില്ല. എന്തൊക്കെയാണ് വിവാഹത്തിനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ? അങ്ങനെ സങ്കല്പമുണ്ടോ? ഓരോ ജീവിതകാലം മുഴുവൻ സിനിമയിൽ സജീവമായിട്ട് നിൽക്കണം എന്നാണ് പറയുന്നത്. സങ്കല്പം എന്ന് പറയുന്നത് വിവാഹത്തിനെ കുറിച്ചുള്ള സങ്കല്പമല്ല. ഇങ്ങനെ ഇപ്പം നമ്മുടെ ലൈഫ് പാർട്ട്ണറായിട്ട് വരുന്ന ആള് സിനിമയിൽ അഭിനയിക്കരുത് എന്ന് പറയുന്ന ആളാവരുത്. അവര് അതൊരു പ്രൊഫഷനായിട്ട് കണ്ട്. അദ്ദേഹം സിനിമയിലുള്ള ആളാണെങ്കിലോ? അതൊന്നും എനിക്ക് കുഴപ്പമില്ല. സിനിമയിലുള്ള ആളാണെങ്കിലും കുഴപ്പമില്ല. സിനിമയിലുള്ള ആൾക്കാരാണെങ്കിൽ കൂടെ പറയുമല്ലോ കല്യാണം കഴിഞ്ഞാൽ പിന്നെ അഭിനയിക്കരുതെന്ന്. അതിപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ എനിക്ക് ആ ഒരു കാര്യം എന്താ അങ്ങനെ തോന്നിയിരിക്കുന്നത്? കാരണം പല നമ്മുടെ മലയാള സിനിമയില് താരങ്ങളും വിവാഹത്തിന് ശേഷം അഭിനയിക്കരുതെന്ന് അങ്ങനെ പറയുന്നു. അപ്പൊ അത് എന്താണ് അതിനോടുള്ള അഭിപ്രായം താങ്കൾ? അതിനോടുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ എനിക്ക് തീരെ താല്പര്യമില്ല. കാരണം ശരിയാണ്, വിവാഹം കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഏറ്റെടുക്കണം. അപ്പൊ പണ്ടത്തെ അത്രയും ഇപ്പൊ ഒരു വർഷത്തിൽ ഒരു സിനിമയൊക്കെ ചെയ്താൽ മതി, പിന്നെ ബാക്കിയുള്ള ഫാമിലി നോക്കാം. ത്രൂ ഔട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. എന്നാലും അവര് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പൊ മഞ്ജു വാര്യരൊക്കെ വീട്ടിലിരിക്കുന്ന എനിക്കാണ് ഏറ്റവും സങ്കടം. ദിലീപേട്ടൻ കേട്ടാലും അല്ല, അത് പിന്നെ മഞ്ജു ചേച്ചിക്ക് എന്താ ദിലീപേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇഷ്ടമല്ല അങ്ങനെയൊക്കെ പറഞ്ഞു. അതൊന്നും അറിയില്ല. എല്ലാ ഇത് പിന്നെ ഇതൊരു സാധാരണ പ്രൊഫഷൻ പോലെയല്ല. ഒരു കലാകാരി എന്നൊക്കെ പറയുമ്പോൾ അവര് അതെല്ലാം വളരെ കുറച്ച് ആൾക്കാർക്ക് കിട്ടുന്നതാണ്. അത് നമ്മളൊരു ഫാമിലി ലൈഫിന് വേണ്ടി മൊത്തമായിട്ട് ഉപേക്ഷിക്കരുത്. കുറച്ചൊക്കെ നമ്മൾ എന്തായാലും ചെയ്യണം. അത് ചെയ്തില്ലെങ്കിൽ പിന്നെ അതും കൊള്ളാവും, എല്ലാം കൊള്ളാവും. രണ്ടും കൂടി മുന്നോട്ട് കൊണ്ടുപോകും. അപ്പൊ അതിന് ഏറ്റവും കൂടുതൽ ആവശ്യം ഒരു കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു സ്ത്രീക്ക് ഹസ്ബൻഡിന് സപ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. ഇപ്പം എൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ ഡാൻസ് ടീച്ചറുടെ ഹസ്ബൻഡിനെ കണ്ടാണ്. ടീച്ചറിനേക്കാളും കൂടുതൽ ആ ഡാൻസ് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ആ ടീച്ചർ ഹസ്ബൻഡാണ് നോക്കുന്നത്. അപ്പൊ അത്രയും സപ്പോർട്ടീവ് ആയിരിക്കും. ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ അവരെയും ഞാൻ കണ്ടിട്ടുണ്ട്, രാവിലെ എണീച്ച് ഡാൻസ് പഠിക്കുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അതിനൊട്ടും ഇൻട്രസ്റ്റ് അല്ലാതെ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ അല്ലാത്ത ഒരാളായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അയാൾ എന്ത് ജോലി, ഇങ്ങനെ ലുക്സ്, അതിലൊന്നും എനിക്ക് പ്രശ്നമില്ല. എന്നോട് അഭിനയിക്കരുതെന്ന് പറയരുത്. സിനിമയിൽ ഏറ്റവും കൂടുതൽ പുതിയ ആളുകൾ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് ഡബ്ബിങ്ങിലാണ്. അപ്പൊ സ്വന്തമായിട്ടാണോ ഡബ് ചെയ്തത്? അതെ അതെ. തമിഴ് സിനിമയിൽ സ്വന്തമായിട്ടാണോ? അല്ല, തമിഴിൽ ചെയ്തിട്ടില്ല. ഇപ്പൊ മലയാളത്തിൽ സിനിമാ കമ്പനി പ്രഭുവിന്റെ മക്കളൊക്കെ സ്വന്തമായിട്ട് ചെയ്തത്. ഡബ്ബിങ് വളരെ ഈസി ആയിട്ടാണോ തോന്നിയത്? അല്ല, നല്ല ബുദ്ധിമുട്ടുണ്ട് ചെയ്യാനായിട്ട്. സിനിമാ കമ്പനിയിൽ എനിക്ക് പിന്നെ കുറച്ച് ഡയലോഗ്സേ ഉള്ളൂ, കൂടുതൽ ചിരി അതുപോലെ അങ്ങനത്തെ എഫക്ട്സ് ആണ്. അപ്പൊ അത് അവിടെ ചെയ്തതിന്റെ അവര് പറഞ്ഞു അവിടെ ചെയ്തത് കറക്റ്റ് ആയിരുന്നു, അതേപോലെ തന്നെ ചെയ്യൂ. പക്ഷെ ഒരിക്കലും എനിക്ക് അതാണ് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നുന്നത്. അവിടെ ചെയ്ത അതേ മൂഡിൽ അല്ലെങ്കിൽ അതേ കാര്യം നമ്മൾ തിരിച്ച് റിപ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതും വിത്തൗട്ട് എനി ബോഡി ലാംഗ്വേജ്. നമ്മളിപ്പോൾ ഒരു മൈക്കിന് മുമ്പിൽ നിന്നിട്ട് വെറുതെ ചെയ്യുമ്പോൾ ആ സമയത്ത് ആ സീനിന്റെ മൂഡ് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ആക്ഷൻ ചെയ്യുമ്പോൾ ഇപ്പൊ ഇങ്ങനെ എന്നൊക്കെ ചെയ്യുമ്പോൾ അറിയാതെ ആ സമയത്ത് കറക്റ്റ് ആയിട്ട് വരും. പക്ഷെ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യുമ്പോൾ ആ സൗണ്ട് ഒന്നും കറക്റ്റ് ആയിട്ട് വരില്ല. അപ്പൊ അത് കുറെ ബുദ്ധിമുട്ടി. അതുപോലെ ചിരിക്കാൻ സിനിമാ കമ്പനിയിൽ കുറച്ച് സമയം കൊണ്ട് തീർക്കാന്നാണെങ്കിലും കുറെ സമയം എടുത്താണ് ചെയ്തത്. പിന്നെ പ്രഭുവിന്റെ മക്കളിലാണ് ഈ തൃശ്ശൂർ സ്ലാങ്, അതിനകത്ത് ജാതി അതാണ് എന്തുട്ടാണെന്നൊക്കെ. അപ്പൊ അതൊന്നും വരുന്നില്ല. ഡബിങ്ങോ പാട് അതിന്റെ കൂടെ ഈ സ്ലാങ് കൂടി കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. പിന്നെ സിനിമയുടെ വിശേഷങ്ങൾ പറഞ്ഞില്ല. ഇപ്പോൾ സാട്ടേ എന്ന് പറയുന്ന സിനിമയാണ് ഇപ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞത്. അതും സമുദ്രക്കനിയാണ് ആ സിനിമയുടെ ഹീറോ. എന്തൊക്കെയാണ് ആ സിനിമയുടെ വിശേഷങ്ങൾ? ആ സിനിമയുടെ കഥാപാത്രം എന്താ? അതില് ഞാൻ സമുദ്രക്കനി സാറിന്റെ വൈഫായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. കുറച്ച് മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. സ്കൂൾ കുട്ടികളെ ബേസ് ചെയ്തിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണ്. സമുദ്രക്കനി സാർ ആ സ്കൂളിലെ ഒരു ടീച്ചർ, ഞാൻ സാറിൻ്റെ ഭാര്യ വേറെ സ്ഥലത്ത് വന്ന് താമസിക്കുന്നു. അപ്പം ഒരു ടീച്ചർ സ്റ്റുഡൻറ് റിലേഷനാണ് മെയിനായിട്ട്. പിന്നെ എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ആ ഹസ്ബൻഡിനെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്ന, എല്ലാ കാര്യത്തിനും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരും, ആ പ്രശ്നങ്ങളിലൊക്കെ ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നല്ല വൈഫ്. അതുപോലെ തന്നെ കുട്ടികളുമായിട്ടും ആ സാറിൻ്റെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം മക്കളെ പോലെ കണ്ട് അവരെ പഠിത്തത്തിൽ ഹെൽപ്പ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു നല്ലൊരു ക്യാരക്ടറാണ്, ഒരു ഹോംലി ക്യാരക്ടറാണ്. പിന്നെ സമുദ്രകനി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതൊരു
വലിയ കാര്യമായിട്ട് കരുതുന്നു. സാറും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമ്മളൊരു വലിയ ഡയറക്ടർ എന്ന് പറഞ്ഞൊക്കെ പോകുമ്പോഴും ആ ഒരു ഇതൊന്നും ഇല്ലാതെ വളരെ കൂൾ ആൻഡ് കാം ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൻ്റെ ഡയറക്ടർ ആണെങ്കിലും അൻപഴകൻ എന്ന് പറഞ്ഞിട്ടൊരു ഡയറക്ടർ പ്രഭു സോളമൻ സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തതാണ്. അപ്പം അത് ഗോരിപ്പാലത്തിന് ശേഷം നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. നല്ലൊരു ക്യാരക്ടർ. ഓക്കെ, മലയാളത്തിലെ 2 സിനിമകൾ ഇപ്പോൾ സിനിമാ കമ്പനി പ്രഭുവിൻ്റെ മക്കൾ എന്ന സിനിമ, അതിൽ പ്രത്യേകിച്ച് ഒരു തൃശ്ശൂർ പശ്ചാത്തലത്തിലാണ് സിനിമ ഒരുങ്ങിയത്. ആ സിനിമയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അതിലെനിക്ക് 2 സ്റ്റേജസ് ഉണ്ട്. ഫസ്റ്റ് ഒരു കോളേജ് 87 ആ പീരീഡിൽ നടക്കുന്ന ഒരു ഇതായിട്ടാണ്. കോളേജ് സ്റ്റുഡൻ്റ് ആയിട്ട് കവിതകളും സംഗീതമൊക്കെ ഇഷ്ടപ്പെട്ട് ഒരു നാട്ടിൻപുറത്തൊരു കുട്ടി. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഞാനൊരു വിനയാണ് ഹീറോ. വിനയുടെ വൈഫായിട്ട് ഒരു 32 ഏജ് കാണിക്കുന്ന രീതിയിലുള്ള ഒരു അപ്പിയറൻസ് ഒക്കെയാണ്. വലിയ പ്രായം സിനിമയിൽ കാണും എന്നുള്ള കാര്യം ഉറപ്പായി അല്ലേ? അതെ. വലിയ ഗ്ലാസ് ഒക്കെ, പണ്ടത്തെ ആ ഒരു വലിയ റൗണ്ടിലുള്ള ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് കോട്ടൺ സാരി കൊടുത്ത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്പിയറൻസ് ആണ് അതിൽ. പിന്നെ അതിൽ ക്യാരക്ടർ എന്ന് പറഞ്ഞത് ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടർ. ഒരുപാട് സംസാരിക്കുകയോ അങ്ങനെയൊന്നും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് അതിലും അതൊരു എന്താ പറയുക, ദൈവങ്ങളില്ല ആ ഒരു ബേസിലൊക്കെ വരുന്നൊരു ഫിലിമാണ്. അപ്പം അത്രയും ഡീപ്പായിട്ടുള്ള അത്രയും സ്ട്രെങ്ത് ഉള്ള ഒരു ക്യാരക്ടറാണ് എനിക്ക് ദേവിക എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ. തൃശ്ശൂരിലാണ് ഫുൾ ആൻഡ് ഫുൾ ഷൂട്ട് നടന്നത്. പിന്നെ അതിൽ ഒരുപാട് സീനിയർ സിനിമാ കമ്പനിയിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും ന്യൂ ഫേസസ് ആയിരുന്നു. പിന്നെ വളരെ ലാലു ലക് സാർ, കോട്ടൻ വസീർ സാർ അങ്ങനെയൊക്കെ ആൾക്കാരായിരുന്നു. പക്ഷെ എനിക്ക് അവരോട് ഒന്നും കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല. പ്രഭുവിൻ്റെ മക്കളിൽ മധു സാറാണ് എൻ്റെ ഫാദർ ഇൻ ലോ ആയിട്ട് ചെയ്യുന്നത്. അപ്പം സാറിൻ്റെ കൂടെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു എക്സ്പീരിയൻസ്, അത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഒരു നല്ലൊരു മുത്തശ്ശൻ. അതുപോലെ രാവിലെ തന്നെ വരുമ്പോൾ ഇങ്ങനെ മോളെ എന്ന് പറഞ്ഞ് വിളിച്ച് വരിക, കാര്യങ്ങളൊക്കെ സംസാരിക്കുക, ഇതിങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരിക. അപ്പോൾ ഞാനൊക്കെ ചെറുപ്പത്തിൽ ഓർമ്മ വയ്ക്കുന്ന കാലം തൊട്ട് മധു സാറിൻ്റെ ഫിലിംസ് കാണുന്നതാണ്. അപ്പം അവരുടെയൊക്കെ കൂടെ നിന്ന് അഭിനയിക്കാൻ പറ്റിയതൊരു വലിയ കാര്യമായിട്ട് കരുതുന്നു. അതുപോലെ കലാഭവൻ മണി ചേട്ടൻ, സലീം കുമാർ ഏട്ടൻ, ഒരുപാട് സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. അവരുടെയൊക്കെ കൂടെ അഭിനയിക്കാൻ പറ്റി. അതൊരു വലിയ കാര്യമായിട്ട് കരുതുന്നു. പ്രഭുവിൻ്റെ മക്കളിൽ എനിക്ക് ഏറ്റവും വലിയ കാര്യമായിട്ട് തോന്നുന്നത് അതാണ്. അവരുടെ കൂടെ നിന്ന് കുറച്ചെങ്കിലും ഒരു സീൻ ചെയ്യാൻ പറ്റിയല്ലോ എന്ന് ഓർത്തിട്ട്. ഇനി പുതിയ സിനിമകൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ലാൽ ജോസിന്റെ സിനിമയാണ് ഇപ്പോൾ അഭിനയിച്ച് കഴിഞ്ഞത്. അതായത് ബോബി സഞ്ജയുടെ സ്ക്രിപ്റ്റിൽ ആദ്യമായിട്ടാണ് ലാൽ ജോസ് ചെയ്യുന്നത്. പിന്നെ ലാൽ ജോസ് സാറിന്റെ മൂവി എന്ന് പറഞ്ഞാൽ ഞാൻ സാറിന്റെ കൂടെ ഇത് ചെയ്തിരുന്നു, ഒരു ഷോ ചെയ്തിരുന്നു. അപ്പോഴേ ഞാനിങ്ങനെ ലാൽ ജോസ് സാറിന്റെ മൂവിയിൽ ബാക്കിൽ നിന്നിട്ട് ചായ അടിക്കുന്ന ഒരു സീനാണെങ്കിൽ കൂടെ ഞാൻ പോയി ചെയ്യും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡയറക്ടേഴ്സിൽ ഒരാളാണ് ലാൽ ജോസ് സാറ്. പിന്നെ ലാൽ ജോസ് സാറിന്റെ മൂവിയിൽ നമ്മളൊരു ഓപ്പണിംഗ് കിട്ടാതൊക്കെ പറയുന്നത് ആസ് എ ന്യൂ കമ്മർ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആക്ടിങ്ങിൻ്റെ ഇതിലാണെങ്കിലും പഠിക്കാൻ പറ്റും. നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ സാറിനെ പോലെ നല്ലൊരാളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ പാഷൻ കുറച്ചും കൂടി കൂടുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും സമൃദ്ധ ചേച്ചിയുടെ കൂടെയും പൃഥ്വിരാജ് അവരുടെയൊക്കെ കൂടെ അഭിനയിക്കാൻ പറ്റി. അവരുടെ കൂടെയുള്ള കോമ്പിനേഷൻ സീൻസ് ഒക്കെ ഉണ്ട്. പിന്നെ നരേൻ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ലാൽ സാറ് നേരത്തെ ഉള്ള പരിചയത്തിൻ്റെ ഒരു ടെൻഷൻ, അങ്ങനെ ഫസ്റ്റ് ഡേ ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ കൂടെ നേരത്തെ ഒരു പരിചയം ഉള്ളത് കൊണ്ട് അത്രയും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നന്നായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സിനിമാ ഫീൽഡിൽ എത്തുന്നതിന് മുമ്പ് ആദ്യം ഒരു റിയാലിറ്റി ഷോയിലൂടെയാണ് അഭിനയ രംഗത്തെത്തുന്നത്. അപ്പോൾ ആ റിയാലിറ്റി ഷോ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്? ഒരു എന്താ പറയുക, ഇപ്പോൾ അതിന് മുൻപ് നമ്മൾ അഭിനയിക്കണം എന്നൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അതെങ്ങനെയാണ് അഭിനയിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിനെക്കുറിച്ചൊന്നും അറിയില്ല. വെറുതെ കണ്ണാടിയുടെ മുമ്പിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കുക, അതാണ് അഭിനയം എന്ന് വിചാരിച്ചു. പക്ഷേ ആ ഒരു ഷോയിൽ പോയപ്പോൾ കുറച്ച് ട്രെയിനിങ് കിട്ടി. ഗ്രൂമിങ് സെക്ഷൻ തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിലെ 2 മാഷ്മാരാണ് വന്നെടുത്തത്. അപ്പോൾ നമ്മുടെ സൗണ്ട് മോഡുലേഷൻ എങ്ങനെ കൊണ്ടുവരണം, പിന്നെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു സീൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിൻ്റെ ഡയലോഗ്സിന് നമ്മൾ ഫസ്റ്റ് തന്നെ ഇപ്പം അമ്മ വന്ന് പുറകിൽ നിന്ന് വിളിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ എപ്പോഴും മനസ്സിൽ അമ്മ വന്ന് പുറകിൽ നിന്ന് വിളിക്കുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കാം. പക്ഷെ അതിൽ നിന്ന് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ഫസ്റ്റ് തോട്ടിൽ വരുന്ന കാര്യം ചെയ്യരുത്. ആ ഒരു ഇതിന് കുറേ പ്രാവശ്യം ആലോചിച്ചിട്ട് ഏറ്റവും അവസാനം എന്താണോ വരുന്നത് അത് ചെയ്യുക. അതായിരിക്കും വെറൈറ്റി. തിരിഞ്ഞു നോക്കുന്ന എല്ലാവരും തിരിഞ്ഞു നോക്കും. പക്ഷെ നമ്മൾ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കുറേ ആലോചിക്കണം. ചെറിയൊരു കിട്ടിയാൽ കൂടെ അതിന് നന്നായിട്ട് സ്റ്റഡി ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തന്നു. പിന്നെ ഇൻഹിബിഷൻ കുറേ മാറ്റി ആ ഒരു ഷോയിൽ പോയതോടെ. ഇപ്പം ഏത് സീൻ ചെയ്യുന്നതാണെങ്കിൽ നമ്മൾക്ക് അയ്യോ അങ്ങനെ ചെയ്യണം എന്നൊരു ഇത് വരില്ല. നേരത്തെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടായിരുന്നു, അയ്യോ അങ്ങനെ ചെയ്യണം, അത് അവരെല്ലാവരും നോക്കും എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറി. അപ്പം അങ്ങനെ കുറേ ഗുണങ്ങൾ ആ ഒരു പ്രോഗ്രാമിൽ പോയതുകൊണ്ട് കിട്ടി. നല്ലൊരു 3 മാസത്തെ നല്ലൊരു ട്രെയിനിങ് സെക്ഷൻ ആയിരുന്നു.
എന്തായാലും ഈ ഒരു അവസരത്തിൽ ഞങ്ങളുടെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഇത്രയും വിശേഷങ്ങൾ ഞങ്ങളുമായിട്ട് പങ്കുവെച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ പ്രേക്ഷകർ ഒരു ഗാനം കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഒരു ഗാനം കൂടി പാടാം. ഇനി ഒരു ഗാനം എന്ന് പറഞ്ഞാ ഓർമ്മകളോടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. ഓർമ്മകളോടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. അപ്പോൾ ഒത്തിരി സന്തോഷം. എന്തായാലും ഇനിയുള്ള സിനിമാ ജീവിതത്തിലും പേഴ്സണൽ ജീവിതത്തിലും എല്ലാവിധ നന്മകളും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും എന്തായാലും ശ്വാസിയുടെ ആഗ്രഹം പോലെ തന്നെ ഒത്തിരി നല്ല സിനിമകളിൽ ഒത്തിരി നല്ല കഥാപാത്രങ്ങൾ ഒത്തിരി ഭാഷകളിലെല്ലാം അഭിനയിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്തായാലും ഈ ഒരു അവസരത്തിൽ ഞങ്ങളുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പുതുമുഖം എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുടെ സപ്പോർട്ടും അനുഗ്രഹമാണ് വേണ്ടത്. അപ്പോൾ അതെപ്പോഴും കൂടെ ഉണ്ടാവണം. നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ എൻ്റെ ആഗ്രഹം നടക്കാൻ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവരുടെ അനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്. നിന്നോടു ഞാനോതിയ രഹസ്യങ്ങൾ ആരോടും